Hi guys, once again welcome back to Unifyന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SSLC ഓണം എക്സാം, അതായത് 2025 ഓണം എക്സാമിലെ ഫിസിക്സിലെ അവസാനത്തെ ചാപ്റ്റർ, നമുക്ക് പഠിക്കാനുള്ളതിലെ അവസാനത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിന് 1 മാർക്ക് ചോദ്യം ചെയ്തു, രണ്ടാമത്തെ ചാപ്റ്ററിന് 1 മാർക്ക് ചോദ്യം ചെയ്തു, അതിന്റെ പ്രഡിക്ഷൻ നടത്തി, മൂന്നാമത്തെ ചാപ്റ്ററിന് 1 മാർക്ക് ചോദ്യം ചെയ്തു, ആൻഡ് നാലാമത്തെ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിലെ തന്നെ നമ്മുടെ പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നൽകാൻ പോകുന്നത്. ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നൽകാൻ പോകുന്നത്. നോക്കാം, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, വലിയ ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ചാപ്റ്റർ സിമ്പിൾ ആണ്, നമ്മളെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്, ചെറിയ കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുമ്പ് ഇതിന്റെ നോട്ടും കാരണം ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടാവും. ഇതൊക്കെ അത്രയും അടിപൊളി പെർഫെക്റ്റ് പ്രഡിക്ഷൻ ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ജോയിൻ ഫ്രീ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ലിങ്ക് ക്ലിക്ക് നേരെ ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സഹോദരന്മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം 1 മാർക്കിന്റെ ചോദ്യം, നമ്മുടെ ചാപ്റ്റർ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ടേബിളിലെ 1 മാർക്ക് ചോദ്യം നോക്കുകയാണെങ്കിൽ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താണെന്നറിയോ? വാട്ട് ഈസ് ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ്? എന്താണ് പ്രകാശത്തിന്റെ വിടവ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കും. ഓക്കെ, ആൻസർ തൊട്ട് സൈഡിൽ ഉണ്ട്. ആൻസർ ഇതാ ഇവിടെ എങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. പിന്നെ വന്ന ചോദ്യം എന്താണ്? വിച്ച് ഇൻസ്ട്രുമെന്റ് കേസസ് ഡിസ്പേഴ്സൺ? ഏത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് ഡിസ്പേഴ്സൺ നടത്തുക? അതാണ് പ്രിസം യൂസ് ചെയ്തിട്ടാണ്. പഠിച്ചു വെക്കാൻ 1 മാർക്ക് ചോദ്യമാണ്, പ്രിസം വെച്ചിട്ടാണ്. അടുത്തത് വിച്ച് കളർ ഡീവിയേറ്റഡ് ദ മോസ്റ്റ് ആയിട്ടും ഏത് കളറാണ് ഡീവിയേറ്റ് ചെയ്യുക? അത് ഏതാണ്? അത് ഏറ്റവും കൂടുതൽ വഴി മാറുന്ന വർണ്ണം ഏതാണ്? അത് വയലറ്റ് ആണ്. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. അടുത്തത് വിച്ച് കളർ ഹാസ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടുതലുള്ള കളർ ഏതാണ്? അത് ചുവപ്പാണ്. ഓക്കെ, ഇതാണ് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ വരുന്നത്. പിന്നെ അടുത്തത് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്ന സെക്ഷൻ നോക്കുകയാണെങ്കിൽ, അല്ല ഇതൊക്കെ 1 മാർക്ക് തന്നെയാണ്. 1 മാർക്കിന്റെ മറ്റു ചോദ്യങ്ങൾ കേട്ടോ. ഐ ലെൻസ് ഷേപ്പ്, നമ്മുടെ കണ്ണിന്റെ ഐ ലെൻസിന്റെ ഷേപ്പ് എന്താണ്? അത് കോൺവെക്സ് ലെൻസിന്റെ ഷേപ്പാണ്. ആൻഡ് ലൈറ്റ് കൺട്രോളിംഗ് പാർട്ട് ഇൻ ഐ, ഏതാണ് നമ്മുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക്? എന്റെ ഇപ്പൊ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുണ്ട് യെല്ലോ ലൈറ്റ് ഉണ്ട്, എന്റെ ഫ്രണ്ടിൽ നിന്നുണ്ട് വൈറ്റ് ലൈറ്റ് ഉണ്ട്. ഈ ഒരു ലൈറ്റ് ഒക്കെ അല്ലേ, ആ ഒരു ലൈറ്റിന് നമ്മൾ ഏതാണ് ഈ ഒരു നിറമാണെന്ന് തിരിയാ. അതായത് എന്റെ ക്യാമറയിൽ ഇപ്പോൾ ഓൾറെഡി ഗ്രീൻ ലൈറ്റും അതേപോലെ റെഡ് ലൈറ്റും ഉണ്ട്. അതൊക്കെ എനിക്ക് തിരിയണമെങ്കിൽ എന്റെ കണ്ണിലുള്ള ഏതാണ്? ഐറിസ് ആണ് കേട്ടോ. കണ്ണിലേക്ക് പ്രകാശം, ആ ഒരു പ്രകാശം വരുന്ന ശക്തിയെ നിയന്ത്രിക്കുന്നത് ഐറിസ് ആണ്. പിന്നെ വരുന്നത് കളർ ഡിറ്റക്ടിങ് സെൽ ഇൻ റെറ്റിന. കളർ എങ്ങനെയാണ്? ഉദാഹരണം പറഞ്ഞു, റെഡും ചുവപ്പും കളർ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അത് ഏത് സെല്ലാ? അത് കോൺ സെല്ല് യൂസ് ചെയ്തിട്ടാണ്. കോൺ സെല്ല് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഡിഫൈൻ പ്രസൻസ് ഓഫ് വിഷൻ. എന്താണ് പ്രസൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ കാഴ്ചയുടെ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ചയുടെ സ്ഥിരത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇവിടെ ഓൾറെഡി ആൻസർ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ എന്നേ ഉള്ളൂ. ഇത് വരും എന്നത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്നതിന്റെ ടൈപ്പ് ചോദ്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ആൻസർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ആൻസർ മൊത്തത്തിൽ പറയാൻ ശ്രമിക്കുന്നില്ല. ആൻഡ് നെക്സ്റ്റ്, ഡിഫക്റ്റ് ഡ്യൂ ദ ഇറഗുലർ കോർണിയ, അതായത് കോർണിയയുടെ വളവിലെ തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം ഏതാണ്? അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർത്ത് വെക്കുക, ആൻസർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കാം. അടുത്തത് കേസ് ഓഫ് റെയിൻബോ, മഴവില്ലിന്റെ ഉണ്ടാകുന്ന കാരണം എന്താണ്? അത് ഡിസ്പേഴ്സന്, ഇന്റേണൽ റിഫ്ലക്ഷൻ ബൈ വാട്ടർ ഡ്രോപ്സ്. ഇതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. പിന്നത്തെ കേസിലേക്ക് വരികയാണെങ്കിൽ ഒരു 2 മാർക്കിന്റെ ഒരു ചോദ്യം വരുന്നുണ്ട്. 2 മാർക്കിന്റെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, എന്റെ ഈ ഒരു വലത്തേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, റെക്കോർഡിംഗ് ആയിരുന്നു. ഓക്കെ, 2 മാർക്കിന്റെ ചോദ്യം വരികയാണെങ്കിൽ ഇവിടെ നിന്ന് വരുന്നത് എക്സ്പ്ലെയിൻ റെയിൻബോ ഇൻഫർമേഷൻ. റെയിൻബോയുടെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ വളരെയധികം സാധ്യത കൂടുതലുണ്ട്. അതേപോലെ റോഡ് വേഴ്സസ് കോൺ, റോഡ് കോശവും കോൺ കോശവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാനും സാധ്യതയുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഗീവ് എക്സാമ്പിൾ? എന്താണ് ടോട്ടൽ ഇന്റേണൽ പൂർണ്ണാന്തര പ്രതിപതനം എന്നതിന്റെ അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ഡിസ്പേർഷൻ യൂസിംഗ് പ്രിസം, ഈ ഒരു എക്സ്പേർഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രകാശത്തിന്റെ വിടവ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ, പ്രിസത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതിന്റെ ആൻസർ ഒക്കെ ഇൻ ഷോർട്ട് ആക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കുറച്ചുകൂടി ഇൻ ഡെപ്ത് ആക്കി പഠിച്ചിട്ട് ചെയ്യാട്ടോ. അടുത്തത് 3 മാർക്കിന്റെ സെറ്റ് ഓഫ് ചോദ്യം വരികയാണെങ്കിൽ 3 ചോദ്യം വരുന്നുള്ളൂ. അതിൽ വരുന്നത് ഡയഗ്രാം വരും. ഡയഗ്രാം ഓഫ് ഡിസ്പേർഷൻ ത്രൂ പ്രിസം, പ്രിസത്തിന്റെ ഉള്ളിൽ കൂടെ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. അതിലെന്താ ചോദിക്കാൻ അറിയോ? നമ്മുടെ ഈ ഒരു ഡിസ്പേഴ്സൺ ഇല്ലേ, നമ്മുടെ പ്രകാശത്തിന്റെ വിടവ് പ്രിസത്തിന്റെ ഉള്ളിൽ കൂടെ കിടക്കുന്ന 3 കുറെ ഘടകങ്ങളായിട്ട് വേർതിരിയ ആ ഒരു ചിത്രം വരയ്ക്കാൻ ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
പിന്നെ കണ്ണിന്റെ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ്, കണ്ണിന്റെ സ്ട്രക്ചർ ഐ സ്ട്രക്ചറും അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ ചെറിയൊരു ഒരു ഡയഗ്രാം നമുക്ക് 3 മാർക്കിന്റെ സെറ്റിൽ ഉൾപ്പെടുത്താം. ഹൗ ഐ അഡ്ജസ്റ്റ് ലീനിയർ ആൻഡ് ഫാർ ഒബ്ജക്ട്, അതായത് അടുത്തുള്ള ഒബ്ജക്റ്റിന്റെയും ദൂരെയുള്ള ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് കണ്ണ് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിനെ കുറിച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഓണം പരീക്ഷയ്ക്ക് ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും അല്ലെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൻഡ് അടിപൊളിയായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വിഷൻ ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രഡിക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് വളരെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കരകയറാൻ സാധിക്കൂ. ഫിസിക്സ് ആണ് സിലബസ്, പുതിയ സിലബസ് ആണ്, പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും ചോദ്യം പഠിച്ചാൽ നിങ്ങൾക്ക് 36+ മാർക്ക് ഷുവറാണ്. നമ്മൾ ഇനി എക്സാമിന്റെ തലേന്ന് ഒരു പ്രഡിക്ഷൻ, അതിന്റെ മുമ്പ് ഒരു വീഡിയോസ് ഒന്നും കിട്ടില്ല. എക്സാമിന്റെ തലേന്ന് ഫുൾ സബ്ജക്ട് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള 18 ചോദ്യങ്ങൾ അവർ നമ്മൾ വീട്ടിൽ വരും. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക, ഉഷാറാക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ എല്ലാവർക്കും ബൈ, താങ്ക് യു. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അടിപൊളിയാക്കി പഠിക്കേണ്ടതുണ്ട്, ഉഷാറാക്കണം. നമ്മുടെ ഈ ഒരു വർഷം വെരിഫൈയുടെ കൂടെ ഉഷാറാക്കാം. അപ്പൊ നമ്മുടെ ഒരു ടാർഗറ്റ് ഞാൻ പറയാണ് ഫസ്റ്റ് ആയിട്ട്. സോ നമുക്ക് ഓൾറെഡി ഇപ്പൊ സബ്സ്ക്രൈബർ 2.2K സബ്സ്ക്രൈബർ ആണ്. നമുക്ക് ഈ ഓണം പരീക്ഷ കഴിയുമ്പോൾ 2.3K സബ്സ്ക്രൈബർ ആകാനാണ്. എങ്ങനെയാണ് നിങ്ങൾ അഭിപ്രായം? 3K സബ്സ്ക്രൈബർ നമുക്ക് ആക്കാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. സോ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ആൻഡ് കമന്റ് ചെയ്യുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് ടോപ്പിക് ആണോ ഏത് ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് കമന്റ് ചെയ്യാം. സോ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.